ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങളെ കീമുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം അതിന്റെ അവസാന ഫൈനൽ ലാപ്പിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ കീം എങ്ങനെയാണോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ട്രീം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഓരോ മേഖലയിലും, അത് അക്കാദമിക് ആയാലും പ്ലേസ്മെന്റ് ആയാലും ഇന്റേൺഷിപ്പ് ആയാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകുകയാണ്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും യാതൊരുവിധ ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളും സപ്പോർട്ടുകളും മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് നിങ്ങൾ ഏത് പ്രൈവറ്റ് കോളേജിൽ ചേർന്നാലും അതുപോലെ തന്നെ ഏത് വലിയ ഗവൺമെന്റ് കോളേജിൽ ചേർന്നാലും എന്നുകൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വേണമെങ്കിൽ ഇന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പറഞ്ഞ ഡേറ്റ് 29 അപ്പോൾ 30-ാം തീയതി നാളെ എന്തായാലും എന്ത് വരും, അതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റുകൾ മാറുമോ, അത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് ഡിഫറെന്റ് ആകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാറും. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പ്രൊവിഷണലും മെയിനുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത ഒരുപാട് പേർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വരും. അതുപോലെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് സ്റ്റിൽ നിങ്ങൾ അതിൽ എന്താണ് കൺഫേം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. അതുമായി ബന്ധപ്പെട്ട ഫീസ് സ്ട്രക്ചറും എല്ലാം നമ്മൾ ലൈവിലൂടെയും അല്ലാതെയും ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ പറഞ്ഞതുമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടേ, സർ എന്താണ് ഈ സ്പോട്ട് അഡ്മിഷൻ, പിന്നെ ഡേറ്റ ഷീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ ഷീറ്റ്. അതവിടെ നിൽക്കട്ടെ. സ്പോട്ട് അഡ്മിഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കേണ്ടേ. സാധാരണ കുറഞ്ഞ റാങ്ക്, ഇപ്പൊ നിങ്ങളുടെ റിസർവേഷൻ ഒക്കെ ഉള്ള കുറഞ്ഞ റാങ്കുള്ള പലരും ഒരു പക്ഷേ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞും അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റ് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കോളേജുകളിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള കോളേജുകളിലേക്കോ അല്ലെങ്കിൽ സീറ്റുകളിലേക്കോ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടായി എന്ന് വരില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് ഏതാണോ അവിടെ പോയി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിലേക്ക് അവരുടെ കോളേജ് വെബ്സൈറ്റ് വഴിയും അല്ലാതെയും ഒരു സ്പോട്ട് അഡ്മിഷൻ കോൾസ് വരും. അത് എല്ലാ കോളേജിനും ഒരു ദിവസമായിരിക്കണമെന്നുമില്ല. അപ്പോൾ കോളേജിന്റെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ കോളേജ് മുഖാന്തരം നടന്ന ഒരു ഇന്റേണൽ അഡ്മിഷൻ പ്രൊസീജിയറിനെയാണ് നമുക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് വിളിക്കാം. അവിടെ എങ്ങനെയാണ് നിങ്ങളെ ബാധകമാകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ ഹാജരാകണം. ഫിസിക്കലി നിങ്ങൾ അവിടെ ഹാജരായി ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോയി അവിടെ പ്രസന്റ് ആവുന്നവരിൽ നിന്ന്, അവിടെ ഉള്ളവരിൽ നിന്ന് നിങ്ങളുടെ റാങ്ക് ക്രമവും അതുപോലെ തന്നെ റിസർവേഷനും ഒക്കെ എടുത്തുകൊണ്ടാണ് അവിടുത്തെ വേക്കൻറ്റ് സീറ്റുകൾ, ഓരോ കോളേജുകളിലെയും വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഫൈനലി നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ അവർ നടത്തുന്നത്. അപ്പോൾ സാധാരണ നിങ്ങളുടെ കോളേജുകളിലേക്ക് ഇപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ പോലും നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളുടെ ബാച്ചിൽ ഒരു 60 പേരാണ് എങ്കിൽ ഇതിൽ പലരും പിന്നീട് പോവുകയും സ്പോട്ട് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ പലരും ആളാകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സാധാരണ +1 പോലെ തന്നെ, പക്ഷെ അതിൽ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊസീജിയറിനേ ഉള്ളൂ. അതിനും സെപ്പറേറ്റ് എന്തെങ്കിലും ഡോക്യുമെന്റ് വേണമോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഘട്ടമാകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കും. ഇൻ കേസ് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള ഓരോ കോളേജുകളുടെയും ഹെൽപ്പ് ഡെസ്ക് നമ്പറോ അല്ലെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടേക്കാം. സോ നമ്മൾ സ്റ്റോറി ആയിട്ടും പല അപ്ഡേറ്റുകൾ ചെയ്യുന്നുണ്ട്. പലർക്കും ഇൻഡിവിജ്വലായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല സ്റ്റോറികളിലൂടെയും നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക്. നിങ്ങളുടെ സംശയങ്ങൾ പോരട്ടെ. തൽക്കാലം നിർന്നു.